മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇന്ന് ഡിസംബർ 12 രജനികാന്തിന്റെ ജന്മദിനം. ആരാധകരുടെ മഹോത്സവം തമിഴ്നാടിനെ മുഴുവൻ ആവേശത്തിലാക്കി. തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ജന്മദിനം ഇന്ന് രാജ്യത്തിലുടനീളം ആഘോഷമാകുന്നു. ഡിസംബർ 12 1950 ബാംഗ്ലൂരിലാണ് ജനനം. രജനികാന്തിനെ അനുസ്മരിച്ച് പുലർച്ചെ മുതൽ തന്നെ ആരാധകർ ചെന്നൈയിലെ വീടിനു മുന്നിൽ കൂടി പ്രാർത്ഥനകൾ നടത്തി. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. യഥാർത്ഥ പേര് ശിവാജി റാവു ഗൈഗാഡ്. സാധാരണ കുടുംബത്തിൽ വളർന്ന രജനികാന്ത് ചെറുപ്പത്തിൽ ബസ് കണ്ടക്ടറായി ജോലി ആരംഭിച്ചത്. ശേഷം അഭിനയം പഠിക്കാനായി മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. 1975 പുറത്തിറങ്ങിയ അപൂർവരാഗം എന്ന ചിത്രത്തിലൂടെയാണ് രജനികാന്ത് സിനിമ തുടങ്ങിയത്. തുടർന്ന് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈലും സംഭാഷണ ശൈലിയും ആരാധകർ ഏറ്റെടുത്തു. രജനികാന്തിന്റെ കരിയറിലെ പ്രധാന ചിത്രങ്ങൾ ഭാഷ, പടയപ്പ, മുത്തു, അണ്ണാമലൈ, ഒട്ടനവധി ചിത്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഓരോ ചിത്രവും പുറത്തിറങ്ങിയപ്പോഴും ആരാധകർ ആഘോഷമാക്കി മാറ്റാറുണ്ട്. സിനിമാ ലോകത്ത് തലൈവർ എന്ന വിശേഷണമാണ് ആരാധകർ നൽകുന്നത്. പിന്നീട് നായകനായി എത്തിയപ്പോൾ തന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു. എത്ര വലിയ താരമായ അദ്ദേഹം സാധാരണക്കാരോട് കാണിക്കുന്ന പെരുമാറ്റവും വിനയവുമാണ് ആരാധകരെ കൂടുതൽ ആകർഷിപ്പിക്കുന്നത്. സോഷ്യൽ സർവീസുകളിലും അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, ചികിത്സ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പല മേഖലയിലും അദ്ദേഹം നിശബ്ദമായി സഹായങ്ങൾ നൽകുന്നു.